തളിപ്പറമ്പിൽ തോൽപ്പിക്കുമെന്നൊക്കെ പറയുന്നത് അല്പം അമിത ആത്മവിശ്വാസമാണോ ജിൻഡോ? ഫ്ലാഷ് ബാക്ക്. നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സുധാകരൻ ഒരു അഴിമതിയുടെ കറ പുരണ്ടിട്ടുള്ള ഒരാളല്ല. ഈ സുധാകരൻ ഒരു അധികാരമോഹിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു നല്ല സഖാവിന്, നല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്, കമ്മ്യൂണിസ്റ്റുകാരന് ഇന്നിപ്പോ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭലക്ഷണമാണ്. കുറെ കാലങ്ങളായിട്ട് ആ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ജീർണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ്. ഇപ്പോൾ പ്രായപരിധി അല്ലെങ്കിൽ 2 ടൈം വ്യവസ്ഥ, ഇതൊന്നും ബാധകമല്ലാത്ത ഒരാളുണ്ടല്ലോ പിണറായി വിജയൻ. എന്താ പിണറായി വിജയൻ ഒന്നും ബാധകമല്ലേ? ഈ ബാക്കി എല്ലാ സഖാക്കന്മാരും വന്ന പോലെയല്ലേ പിണറായി വിജയൻ വന്നത്? പിണറായി വിജയൻ മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ പാർട്ടിയായിട്ട് ഇത് മാറി. പിണറായിലെ പാറപ്പുറത്തുണ്ടായ CPM, ഈ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പിണറായി വിജയനോട് അസ്തമിക്കാൻ പോകുന്നതിന്റെ സർവ്വ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാഷിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അവരെ ഒരു പാർട്ടി പ്രവർത്തകയല്ലെന്നോ അവർക്ക് വേറെ രാഷ്ട്രീയ പരിചയമില്ലെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കല്ല പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രശ്നം. പിന്നെ അവരുടെ പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ പാർട്ടിയിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെയൊക്കെ നടന്നോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്യാമളയെ മത്സരിക്കുകയോ KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റുകയോ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഇവരെ രണ്ടുപേരും ഞങ്ങൾ തോപ്പിക്കും. KK ശൈലജനെ പേരാവൂർ സണ്ണി ജോസഫും തോപ്പിക്കും. PK ശ്യാമള മത്സരിച്ചാൽ തളിപ്പറമ്പിൽ കോൺഗ്രസ് ഉറപ്പായിട്ടും ജയിക്കും. ഇക്കാര്യം ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. തളിപ്പറമ്പിൽ തോൽപ്പിക്കുമെന്നൊക്കെ പറയുന്നത് അല്പം അമിത ആത്മവിശ്വാസമാണോ ജിൻഡോ? ഞങ്ങളുടെ അമിത ആത്മവിശ്വാസം അല്ല നിഷ. കാരണം CPM പാർട്ടി കേഡറുകൾ, കോൺഗ്രസിന് കൊല്ലാനും തല്ലാനും ഒക്കെ നടക്കുന്ന ആളുകൾ പോലും മക്കത്തായും മരുമക്കത്തായും ഭാര്യത്തായും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തുടങ്ങി. അവരുടെ പാർട്ടി കേഡറുകൾ മാത്രമല്ല, കൊലയാളി സംഘങ്ങൾ വരെയാണ് ആ പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങുന്നത്. CPM ഏറ്റവും വലിയ ശത്രുവാണല്ലോ. പക്ഷേ കെ സുധാകരന്റെ ഭൂരിപക്ഷം വർദ്ധിച്ച കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും 22 വോട്ട് അധികം കെ സുധാകരന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ പറയുന്നത് അതിശോക്തിയല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പരാജയത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഭാര്യയും കുടുംബാംഗങ്ങളും ഇറങ്ങിയിട്ട് പോലും പഞ്ചായത്ത് ഇലക്ഷന് 31 വോട്ടിനെ കണ്ടാണ് അവാർഡ് ജയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?